Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363-364-2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഡെയിലി MCQസിലെ നമ്മൾ ഇന്ന് അക്കൗണ്ടിങ്ങിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടിൻ്റെ ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. Question number 1. Statement 1. Financial accounting is mainly concerned with external users. Number 2. Financial accounting records historical financial transactions. Number 3. Financial accounting is primarily used for internal decision making. ഇതാണ് 3 statements. Option 1, statement 1 and 2 are correct. 2 and 3 are correct. 1 and 3 are correct. All statements are correct. നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് മെയിൻലി കൺസേൺ വിത്ത് എക്സ്റ്റേണൽ യൂസേഴ്സ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ റിസൾട്ട്സ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വരച്ചിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അല്ലേ? അതും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് വരച്ച് കിട്ടുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ, ഇത് നമ്മുടെ എക്സ്റ്റേണൽ പാർട്ടീസിനാണ്. ബാങ്ക്സ് ആവാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരാവാം അല്ലേ? അപ്പോൾ ഇവർക്കൊക്കെ നമ്മുടെ സ്ഥാപനത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ട്രേഡിംഗ് PNL ബാലൻസ് ഷീറ്റൊക്കെ വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. നമ്പർ 2, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഹിസ്റ്റോറിക്കൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ശരിയല്ലേ? കഴിഞ്ഞ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്. ശരിയാണ്. ദെൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് പ്രൈമർലി യൂസ്ഡ് ഫോർ ഇന്റേണൽ ഡിസിഷൻ മേക്കിംഗ്. അത് തെറ്റാണ്. പ്രൈമർലി ഇന്റേണൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ്. ഓപ്ഷൻ A ആണ് വരിക. 1 and 2 are correct. Moving to question number 2. An objective of accounting is to ascertain profit or loss. Financial accounting inde then accounting helps in determining financial position of the business. Accounting ensures maximum profitability of the business. 3 statements le 1 and 2, 2 and 3, 1 and 3 all statements are correct. നമുക്ക് നോക്കാം. An objective of accounting is to ascertain profit or loss. കറക്റ്റ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ സാധിക്കും. അതാണ് വൺ ഓഫ് ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ രണ്ടാമത് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു, ബാലൻസ് ഷീറ്റ് വരച്ച്. കറക്റ്റ്. അക്കൗണ്ടിങ് എൻഷുവേഴ്സ് മാക്സിമം പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ്. അത് എൻഷുർ ചെയ്യുന്നില്ല. അക്കൗണ്ടിങ് നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണമെന്നില്ല, നഷ്ടം സംഭവിക്കും അല്ലേ? അപ്പോൾ മാക്സിമം പ്രോഫിറ്റബിലിറ്റി എൻഷുർ ചെയ്യുന്നു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1 and 2 ആണ് ശരി. ഓപ്ഷൻ A ആണ് ആൻസർ വരിക. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 3. Recording is the first function of accounting. Classification involves grouping similar transactions. Interpretation involves only recording data. 3 statementsle 1 and 2, 2 and 3, 1 and 3 all statements are correct. നോക്കാം. ആദ്യം റെക്കോർഡിംഗ് ഈസ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് അക്കൗണ്ടിങ്. കറക്റ്റാണ്. ജേണൽ ബുക്കിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. റെക്കോർഡിംഗ്. ക്ലാസിഫിക്കേഷൻ ഇൻവോൾവ്സ് ഗ്രൂപ്പിംഗ് സിമിലർ ട്രാൻസാക്ഷൻ ലെഡ്ജറിൽ നടക്കുന്നു. ശരിയാണ്. ഇന്റർപ്രിട്ടേഷൻ ഇൻവോൾവ്സ് ഓൺലി റെക്കോർഡിംഗ്. അത് തെറ്റാണ്. ഇന്റർപ്രിട്ടേഷനിൽ അനാലിസിസ് ആണ് അല്ലേ? അതിനുശേഷം അതിൻ്റെ ആക്ച്വൽ ഡീറ്റെയിൽസ് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിന് നമുക്ക് കൺവേ ചെയ്യും വേണം. അപ്പോൾ ഇന്റർപ്രിട്ടേഷൻ ഇൻവോൾവ്സ് ഓൺലി റെക്കോർഡിംഗ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പ്രോപ്പർ അനാലിസിസ് ആണ് അവിടെ അല്ലേ നടക്കുന്നത്. സോ ഓപ്ഷൻ 1 ഉം 2 ആണ് ശരി. സ്റ്റേറ്റ്മെൻറ്റ് 1 ഉം 2 ആണ് ശരി. ഓപ്ഷൻ A ആണ് ആൻസർ വരിക. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. Financial accounting is a branch of accounting. Cost accounting helps in controlling cost. Management accounting is compulsory under law.
1 and 2, 2 and 3, 1 and 3, all statements are correct. നമുക്ക് നോക്കാം. ആദ്യം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. ശരിയാണ്, 3 ബ്രാഞ്ചിൽ വരണം. കോസ്റ്റ് അക്കൗണ്ടിങ് ഹെൽപ്സ് ഇൻ കൺട്രോളിങ് കോസ്റ്റ്. അതും ശരിയാണ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസ് കമ്പൽസറി അണ്ടർ ലോ. അത് തെറ്റാണ്, ദാറ്റ് ഈസ് ഓപ്ഷണൽ. കമ്പൽസറി ആയിട്ട് വരുന്നത് കമ്പനീസിൻ്റെ കേസിലൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് വരാം. ഈ പറയുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് ആണെങ്കിലും മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണെങ്കിലും ഓപ്ഷണലാണ്, കമ്പൽസറി അല്ല. അപ്പോൾ 1 ഉം 2 ആണ് കറക്റ്റ് വരാം. ഓപ്ഷൻ എ ആണ് ആൻസർ. നമുക്ക് ഒരെണ്ണം കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. സ്റ്റേറ്റ്മെന്റ് 1, ബുക്ക് കീപ്പിംഗ് ഈസ് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ്. ബുക്ക് കീപ്പിംഗ് includes analysis and interpretation. Accounting involves analysis and interpretation. 3 സ്റ്റേറ്റ്മെന്റ്സിൽ 1 and 2, 2 and 3, 1 and 3, all statements. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ബുക്ക് കീപ്പിംഗ് ഇസ് എ പാർട്ട് ഓഫ് അക്കൗണ്ടിങ്. കറക്റ്റ് ആണ്, അക്കൗണ്ടിങ്ങിന്റെ ഒരു പാർട്ടാണ്. ഫസ്റ്റ് അല്ലേ സ്റ്റെപ്പാണ് ബുക്ക് കീപ്പിംഗ്. ശരി. ബുക്ക് കീപ്പിംഗ് ഇൻക്ലൂഡ്സ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അത് തെറ്റാണ്. ബുക്ക് കീപ്പിംഗിൽ അനാലിസിസും ഇന്റർപ്രിട്ടേഷനും ഇല്ല, അക്കൗണ്ടിങ്ങിന്റെ അവസാനമാണ് ഇത് നടക്കുന്നത്. സോ അക്കൗണ്ടിങ് ഇൻവോൾവ്സ് അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ. അത് ശരിയാണ്. സോ 1 ഉം 3 ആണ് കറക്റ്റായിട്ട് വരാം. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു 5 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ബാലൻസ് MCQs നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും MCQs പ്രാക്ടീസ് ചെയ്യുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.